ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്ന 13 Pro വീണ്ടും ഗ്രീൻ സ്ക്രീൻ ആയിട്ട് വന്നതാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം. കസ്റ്റമർ നൈറ്റ് വൈഫൈ ഓൺ ആക്കിയിട്ടപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയതാണെന്നാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിരിക്കാൻ സെറ്റിംഗ്സിൽ പോയി തന്നെ നമുക്കിത് ഓഫ് ആക്കിയിടാൻ സാധിക്കും. സെറ്റിംഗ്സിൽ ജനറൽ കയറി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകില്ല. അതുപോലെ തന്നെ വൈഫൈ യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഐട്യൂൺസ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയോ നമുക്ക് ഐട്യൂൺസ് വഴി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അതുമാത്രമല്ല, എല്ലാവർക്കും ഇപ്പോൾ ഡേറ്റാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഡിവൈസിലാകെ ഐക്ലൗഡിൽ വരുന്നത് 5 GB ഉള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് ഡിവൈസ് ഒന്ന് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടയോ റീസ്റ്റോർ ചെയ്യുകയോ വന്നു കഴിഞ്ഞാൽ ഡിവൈസിൽ ഐക്ലൗഡിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ ഡേറ്റാസും നമുക്ക് നഷ്ടപ്പെടും, എറേസ് ആയി പോകുന്നതായിരിക്കും. അതിന് പകരമായിട്ട് നമുക്ക് ഐക്ലൗഡിൽ ഡേറ്റയല്ല സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാൻ പറ്റും. 50 GB ഒക്കെ 75 rupees പെർ മന്തിൽ നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് കൂടാതെ 2 TB വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റാസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളവർ ഇങ്ങനെ ഡേറ്റയൊന്ന് സ്റ്റോറേജ് പർച്ചേസ് ചെയ്തിടുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് ഓതറൈസ്ഡ് കൊടുക്കേണ്ടി വരികയോ ഡേറ്റ എറേസ് ചെയ്യുകയോ സോഫ്റ്റ്വെയർ ചെയ്യുകയോ അഥവാ സിസ്റ്റം ഫുള്ളായിട്ട് എറേസ് ചെയ്തെടുക്കുകയോ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഐക്ലൗഡ് ഡേറ്റ വളരെ സേഫായിട്ട് തന്നെ നടക്കും. നമുക്ക് വീണ്ടും ഡിവൈസ് ഓണാക്കി കിട്ടുമ്പോൾ ഐക്ലൗഡ് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഡേറ്റ എല്ലാം തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഡിവൈസ് നമ്മൾ കംപ്ലീറ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഡിവൈസ് ഓണാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ഗ്രീൻ സ്ക്രീൻ എന്നുള്ളൊരു കംപ്ലയിൻറ്റ് സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഡിവൈസ് ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈസിനെ ക്ലോസ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു കംപ്ലയിൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റാസ് ബാക്കപ്പ് ചെയ്തിട്ട് ഓതറൈസ്ഡ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സർവീസ് ചെയ്യുക.